പ്രിയരെ, ദൈവവചനത്തെക്കുറിച്ച് എനിക്ക് വലിയ നോളജൊന്നും ഇല്ലെങ്കിലും യേശുവിനെക്കുറിച്ച് എനിക്ക് നല്ല നോളജുണ്ട്. കാരണം ഞാൻ അനുഭവത്തിലൂടെ വിദ്യ അഭ്യസിച്ച ആളാണ്. യേശുവിനെ അനുഭവിച്ചും രുചിച്ചും അറിഞ്ഞ ആളാണ്. രോഗസൗഖ്യത്തിലൂടെ, പാപക്ഷമയിലൂടെ, മരണകരമായ അപകടങ്ങളിലൂടെ, മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച് കളഞ്ഞ സമയങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, ആത്മഹത്യ പ്രവണതകളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതിലൂടെ എന്ന് വേണ്ടെങ്കിലുള്ള പല കാര്യങ്ങളും, മാരകമായ വിഷാംശങ്ങളിൽ, പാമ്പ് കടിയിൽ നിന്ന്, അതുപോലെ പാമ്പ് കടിച്ചതിൽ നിന്ന് ഇതിനൊക്കെ ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് എനിക്ക് പറയാൻ കഴിയും, എൻ്റെ കർത്താവ് ബലവാനും ശക്തനുമാണ്. അവിടുത്തെ പോലെ മറ്റാരുമില്ല. എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരത്തിനായി കാൽവരിയിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ ക്രിസ്തു എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. നീ പാവിയാണെന്ന് നോക്കാതെ, ഞാൻ പാവിയാണെന്ന് നോക്കാതെ, അക്രമിയാണെന്ന് നോക്കാതെ, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ ചെയ്തെന്ന് നോക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരേ ഒരു ദൈവം യേശു കർത്താവ്. അവൻ സകലരുടെയും ദൈവമെന്ന് ദൈവജനം പഠിപ്പിക്കുന്നു. ഞാൻ സകല മർത്യരുടെയും ദൈവമാകുന്നുവെന്ന് ദൈവജനമെ പഠിപ്പിക്കുന്നു. പ്രിയരെ, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നാണ് ദൈവം നമ്മളെ സുവിശേഷത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി, നന്മയായ തലത്തിലേക്ക് നീങ്ങുവാൻ ആദ്യമായി നമുക്ക് തന്ന അവിടുത്തെ ഉത്ബോധനത്തിലൂടെ നമ്മളെ നയിച്ചത്. ആകയാൽ ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഇതുവരെയുള്ളൊരു അനുഭവത്തിൽ പറയാം. നീ രോഗിയാണെങ്കിലും, നീ ബന്ധനസ്ഥനാണെങ്കിലും, നീ തകർന്നവനാണെങ്കിലും, നിന്നെ ആർക്കും വേണ്ടെങ്കിലും, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യില്ലെന്ന് ചങ്കുറപ്പോടെ പറഞ്ഞ ദൈവമുണ്ടെങ്കിൽ അവിടുന്ന് യേശു ക്രിസ്തു എന്ന ദൈവമാകുന്നു. അവിടുത്തെ നാമം യേശു നസ്രായനായ ക്രിസ്തു എന്നതാകുന്നു. വീണ്ടും വരാനിരിക്കുന്നുവെന്ന് ദൈവജനം പറയുന്ന പിതാവിൻ്റെ ഏകജാതൻ, മനുഷ്യകുലത്തെ തൻ്റെ ശരീരത്തിൽ ചെയ്ത നന്മ തിന്മകൾക്ക് ന്യായം വിധിപ്പാൻ വരാനിരിക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവ്, അവിടെ വരാനിരിക്കുന്നവൻ ദൈവത്തിന് ഇപ്രകാരം പറയുന്നുണ്ട്: നന്മ ചെയ്യുന്നവൻ ഇനിയും നന്മ ചെയ്യട്ടെ, ദുഷ്ടൻ ഇനിയും അങ്ങനെ തന്നെ ആയിക്കോട്ടെ, എന്നാൽ വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. ഞാനും നിങ്ങളും മാറിപ്പോയാലും അവിടുത്തെ വചനങ്ങൾ മാറിപ്പോകത്തില്ലാത്ത വചനമാകുന്നു. അവിടുന്ന് ഭൂമിയെ ന്യായം വിധിക്കുവാൻ വരാനിരിക്കുന്നു. സർവ്വ മുഴങ്കാലും അവിടുത്തെ മുമ്പിൽ മടക്കപ്പെടുമെന്ന് ദൈവജനം പഠിപ്പിക്കുന്നു. അതിനാൽ നമുക്ക് ജാഗരൂകതയോടെ വർത്തിക്കാം. കഷ്ടതയുണ്ടെങ്കിലും ക്ലേശമുണ്ടെങ്കിലും യേശു ക്രിസ്തു നിന്നിലുണ്ടെങ്കിൽ നീ സമാധാനം അനുഭവിക്കുന്ന വ്യക്തിയായിത്തീരും. ലോകത്തിന് ഈ സമാധാനം തരാൻ കഴിയത്തില്ല. ഈ സമാധാനം കർത്താവായ യേശു ക്രിസ്തു, സമാധാനത്തിൻ്റെ പ്രഭുവായ ആ ദൈവത്തിന് മാത്രമാണ് അസ്തമിക്കാത്ത സമാധാനം നിനക്കും എനിക്കും തരാൻ കഴിയത്തുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. ഈ സമാധാനം തരാൻ ലോകത്തിന് സാധിക്കുകയില്ല. അത് അസ്തമിക്കാത്ത സമാധാനം, അത് മായാത്ത സമാധാനം, മാറ്റപ്പെടാത്ത സമാധാനമാകുമെന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. രോഗത്തിൻ്റെ, ബന്ധനത്തിൻ്റെ എന്ത് മാരക വിഷയങ്ങളാണെങ്കിലും ആ സമയത്ത്, തക്ക സമയത്ത് നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. നീ ആര് തന്നെയായിരുന്നാലും ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നീ യേശുവിനെ ഹൃദയപൂർവ്വം വിളിച്ചാൽ അത്ഭുതങ്ങളെ ദർശിക്കും. ഇനി ആർക്കെങ്കിലും ഇത് സംശയമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ പിറ്റേ ദിവസം നിങ്ങൾ പറയുമ്പോൾ ഒന്നും എടുത്തു കാണിക്കാൻ ഞാൻ മജീഷ്യനൊന്നുമല്ല. പക്ഷേ എൻ്റെ കൂടെ നിങ്ങൾ ഒരു മാസം, ഒരാഴ്ച ഇങ്ങനെ എൻ്റെ കൂടെ നിങ്ങൾ വന്നാൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ നിങ്ങൾക്ക് കാണാൻ ഇടയായിത്തീരും. നിങ്ങൾ യേശുവിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുവാൻ ഇടയായിത്തീരും. യേശു കർത്താവ് പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം നിത്യജീവൻ പ്രാപിക്കുക.
നമ്മളുടെ ആയുസ്, നമ്മളുടെ മരണം എപ്പോഴെന്ന് അറിയാത്തത് കൊണ്ട് ജാഗരൂകരായി വർത്തിക്കുമെന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് നാം മാറ്റപ്പെടുമ്പോൾ നാം സ്വർഗമെന്ന നിത്യതയിലേക്ക് എത്തപ്പെടേണ്ടവരാകുന്നു. അല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നരകാഗ്നി എന്ന തീപ്പൊയ്കയിലേക്ക് നാം എറിയപ്പെടുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ നമുക്ക് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിച്ച് യേശുവിനെ സ്വന്തം രക്ഷകനാഥനുമായി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ നാം പുതിയ സൃഷ്ടികളായിത്തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.